നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസം മകര നക്ഷത്രക്കാരുടെ ഫലമാണ്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 5ാമത്തെ നക്ഷത്രമായ മകയിരം പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. 2026 ജനുവരി മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളുടെയും പ്രായോഗികമായ വെല്ലുവിളികളുടെയും അതോടൊപ്പം തന്നെ അപൂർവമായ ഭാഗ്യ അനുഭവങ്ങളുടെയും കാലഘട്ടമാണ്. 2024 മുതൽ 26 വരെയുള്ള കാലഘട്ടം ലോകക്രമത്തിൽ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമയമാണെന്നും 2026 ഒരു പുനഃക്രമീകരണത്തിന്റെ തുടക്കമാണെന്നും ആധുനിക ജ്യോതിഷ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. മകര നക്ഷത്രത്തിന്റെ അധിപനായ ചൊവ്വ ഈ മാസത്തിൽ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സംക്രമിക്കുകയും അവിടെ ഉച്ചസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നത് മകര നക്ഷത്രക്കാരുടെ തൊഴിൽ, ആരോഗ്യം, സാമ്പത്തികം എന്നീ മേഖലകളിൽ നിർണായകമായ സ്വാധീനവും ചെലുത്തും. മകര നക്ഷത്രത്തിന്റെ പ്രപഞ്ചപരമായ സങ്കല്പവും നക്ഷത്രത്തിന്റെ സ്വഭാവവും മനസ്സിലാക്കുമ്പോൾ മൃഗശീർഷം എന്നറിയപ്പെടുന്ന മകര നക്ഷത്രം മൃഗത്തിന്റെ അഥവാ മാനിന്റെ തലയെ പ്രതിനിധീകരിക്കുന്നു. ജ്യോതിഷപരമായ കാഴ്ചപ്പാടിൽ ഇത് ജിജ്ഞാസയും അന്വേഷണ താൽപര്യതയും സൂചിപ്പിക്കുന്നതാണ്. ഈ നക്ഷത്രത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവൻ രാശിയിലും അടുത്ത 2 പാദങ്ങൾ മിഥുനൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനും ബുധനും ശുക്രനും തമ്മിലുള്ള ഊർജ്ജ വിനിമയങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ചിന്താഗതിയെ സ്വാധീനിക്കും. മകര നക്ഷത്രക്കാർ പൊതുവെ അറിവിനായി ദാഹിക്കുന്നവരും സദാ ചലനാത്മകമായ ചിന്താഗതിയുള്ളവരുമാണ്. എങ്കിലും മനസ്സിലെ അസ്വസ്ഥതയും വിശ്രമമില്ലാത്ത ചിന്തകളും ഇവരുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ജനുവരിയിൽ ഈ അന്വേഷണ സ്വഭാവം കൂടുതൽ പ്രായോഗികമായ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടപ്പെടും. ഗ്രഹനില സഹായിക്കുന്നതാണ് അതിന്. മകര നക്ഷത്രക്കാരുടെ അധിപനായ ചൊവ്വ ഊർജ്ജസ്വലതയും പോരാട്ട വീര്യത്തെ സൂചിപ്പിക്കുമ്പോൾ ജനുവരി പകുതിയോടെ ഈ ഗ്രഹം മകരൻ രാശിയിൽ എത്തുന്നതോടെ ആ ഊർജ്ജത്തിനുള്ള ഒരു അച്ചടക്കവും ലക്ഷ്യബോധവും കൈവരും. ഈ മാറ്റങ്ങൾ വ്യക്തിയുടെ പെരുമാറ്റത്തിലും തൊഴിൽപരമായ സമീപനത്തിലും എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും വിശദമായി നോക്കാവുന്നതാണ്. 2026 ജനുവരി മാസം അപൂർവമായ ഗ്രഹയോഗങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം മകരൻ രാശിയിൽ സംഭവിക്കുന്ന പഞ്ചഗ്രഹി യോഗമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ 5 ഗ്രഹങ്ങൾ മകരൻ രാശിയിൽ ഒന്നിച്ചു വരുന്ന ഈ അവസ്ഥ വ്യക്തി ജീവിതത്തിലും ആഗോളതലത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഭാരതീയ ജ്യോതിഷപ്രകാരം ജനുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം 1 ബുധൻ, ധനു, മകരം എന്നിവയിലൂടെ സഞ്ചരിക്കുന്നു. ജനുവരി 3 ചന്ദ്രൻ മിഥുനൻ രാശിക്കാർക്ക് പൂർണ്ണചന്ദ്ര പ്രഭാവം അനുഭവപ്പെടുത്തുന്നുണ്ട്. ജനുവരി 14 സൂര്യൻ ധനു, മകരം, മകരസംക്രാന്തി പ്രവർത്തനങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ട്. ജനുവരി 16 ചൊവ്വ ധനു, മകരം, ചൊവ്വയുടെ ഉച്ചസ്ഥിതി ആരംഭമാണ്. ജനുവരി 17 ശുക്രൻ മകരം, കുംഭത്തിലൂടെ സാമൂഹ്യ ബന്ധങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഈ ഗ്രഹസ്ഥിതികൾ മകര നക്ഷത്രത്തിന്റെ 2 കൂറുകളെയും വ്യത്യസ്തമായി സ്വാധീനിക്കുന്നു. ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വവും മിഥുനക്കൂറുകാർക്ക് തൊഴിൽപരമായ പുതിയ പാതകളും തുറന്നു നൽകുന്നുണ്ട്. മകര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 ജനുവരി തൊഴിൽ മേഖലയിൽ വലിയ വഴിത്തിരിവാണ്. ഈ മാസത്തെ ഗ്രഹനില കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം നൽകുന്ന രീതിയിലാണ് ക്രമീകരിക്കപ്പെടുന്നത്. മകരൻ രാശിയിലെ ശനി ഭരണത്തിനുള്ള പഞ്ചഗ്രഹ യോഗം പെട്ടെന്നുള്ള വിജയത്തിനേക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾക്കാണ് നൽകുന്നത്. ജനുവരി 16 ശേഷം ചൊവ്വ മകരൻ രാശിയിൽ ബലവാനാകുന്നതോടെ മകര നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ അധികാരവും ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. സൈന്യം, പോലീസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നീ മേഖലയിലുള്ളവർക്ക് ഇത് മികച്ച സമയമാണ്. മിഥുനക്കൂറുകാർക്ക് വിദേശ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ വിദേശ യാത്രകൾ നടത്താനുള്ള സാധ്യതകളാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലുള്ളവർക്ക് ഇത് അനുകൂലമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ ഏർപ്പെടാൻ അവസരമുണ്ടാകും. എന്നാൽ എല്ലാ തീരുമാനങ്ങളെയും വ്യക്തമായ രേഖകളുടെ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പഴയ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും മേലധികാരിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ചെയ്യും. എങ്കിലും സഹപ്രവർത്തകരുമായുള്ള സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് തർക്കങ്ങളൊക്കെ ഒഴിവായി നിൽക്കുന്നതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മകര നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മാസം ഒരു അനുഗ്രഹ മാസമാണ്. പഴയ കടങ്ങളൊക്കെ തീർക്കാനും പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കാനും ഈ മാസം അവസരം എത്തുന്നതായിരിക്കും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ്, കൃഷി, ഓഹരി വിപണി എന്നീ മേഖലകളിൽ നിക്ഷേപമുള്ളവർക്ക് ജനുവരി പകുതിയോടെ ലാഭവും ഉണ്ടാകും. തടസ്സപ്പെട്ട് കിടക്കുന്ന പിതൃസ്വത്തോ ഇൻഷുറൻസ് തുകയോ ഒക്കെ ലഭിക്കാനും ഇടയുണ്ട്. കുടുംബാംഗങ്ങളുടെ പിന്തുണ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഗുണം ചെയ്യുന്നതാണ്. അനാവശ്യമായ ആഡംബര വസ്തുക്കൾക്ക് പണം ചെലവാക്കാൻ മനസ്സ് വെമ്പും. ചൊവ്വയുടെ ഉച്ചസ്ഥിതി ആത്മവിശ്വാസം നൽകുമെങ്കിലും അമിതമായ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കണം. മകര നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ സാമ്പത്തിക പുരോഗതി ലഭിക്കാൻ ചില ഘടകങ്ങളാണ്. കുടിശ്ശികകൾ തിരികെ ലഭിക്കും. പുതിയ ബിസിനസ് പങ്കാളത്തിലൂടെ ലാഭം വർദ്ധിക്കും. ഭൂമി ഇടപാടുകളിലൂടെ അപ്രതീക്ഷിത നേട്ടമുണ്ടാകും. സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ ചെലവുകൾക്കായി മുൻകൂട്ടി കരുതലുകൾ എടുക്കണമെന്നും ജ്യോതിഷ നിർദ്ദേശമുള്ളതാണ്. കുടുംബജീവിതത്തിൽ മകര നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ അനുഭവങ്ങളാണ് ജനുവരി മാസം വാഗ്ദാനം ചെയ്യുന്നത്.
അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അടുക്കാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും ഈ മാസം ഇടയാകും. ദമ്പതികൾക്കിടയിൽ നല്ല ആശയവിനിമയവും പരസ്പര ധാരണയും വർദ്ധിക്കും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസം ഉത്തമമാണ്. അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനോ പ്രണയവിവാഹങ്ങൾക്കായി വീട്ടുകാരുമായി അനുവാദം ലഭിക്കാനോ ഈ മാസം ഇടയുണ്ടാവും. പഴയ സുഹൃത്തുക്കളോ പ്രണയിതാവോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഇടയുണ്ട്. മക്കളുടെ പഠനത്തിലോ തൊഴിലിലോ ഉള്ള പുരോഗതി മാതാപിതാക്കൾക്ക് സന്തോഷം നൽകും. കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. എങ്കിലും ജനുവരി മാസത്തിന്റെ അവസാന വാരത്തിൽ വൈകാരികമായ തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആത്മസംയമനം പാലിക്കുന്നത് ബന്ധങ്ങൾ തകരാതെ സംരക്ഷിക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ മകര നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ കൂടുതൽ അച്ചടക്കം പാലിക്കണം. ശാരീരികമായ അസ്വസ്ഥതകൾ, മാനസികമായ പിരിമുറുക്കമാണ് ഇവരെ കൂടുതൽ അലട്ടുന്നത്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാൻ മെഡിറ്റേഷൻ, യോഗ എന്നിവ ശീലിക്കുക. ഉറക്കക്കുറവ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. വിശ്രമത്തിന് സമയം കണ്ടെത്തണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ രക്തസമ്മർദ്ദ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങളും ധാരാളം വെള്ളവും കുടിക്കുന്നത് നല്ലതായിരിക്കും. ചൊവ്വയുടെ ബലം ആത്മവിശ്വാസം നൽകുമെങ്കിലും ഡ്രൈവിംഗിലും കായിക വിനോദങ്ങളിലും സാഹസികതയൊക്കെ ഒഴിവാക്കുക. പരിക്കുകൾ പറ്റാൻ നേരിയ സാധ്യത പറയുന്നുണ്ട്. ശാരീരിക വ്യായാമവും ചിട്ടയായ ജീവിതശൈലിയും പാലിച്ചാൽ ഈ മാസത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് 2026 ജനുവരി മാസം അതീവ ഗുണകരമായി പറയുന്നു. ബുധന്റെ അനുകൂല മാറ്റം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും സഹായിക്കുന്നതാണ്. ആഴത്തിലുള്ള പഠനത്തിനും പുതിയ കണ്ടെത്തലുകൾക്കും ഈ മാസം അനുകൂലമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിപ്പോയ പഠനങ്ങൾ പുനരാരംഭിക്കാനും സാധിക്കും. ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മറ്റു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മികച്ച റിസൾട്ടുകൾ ലഭിക്കാനും ഒക്ടോബർ ജനുവരി വരെയുള്ള കാലയളവ് ഉത്തമമായി പറയുന്നു. പുതിയ ഭാഷകൾ പഠിക്കാനോ സാങ്കേതിക വിദ്യകൾ വശത്താക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾക്കായി വിദ്യാർത്ഥികൾ കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് പഠനങ്ങൾ ക്രമീകരിക്കുക. മകര നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിലെ വെല്ലുവിളികൾ കുറയ്ക്കാനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില മാർഗങ്ങളുണ്ട്. ചൊവ്വയുടെ അതിദേവതയായ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് മകര നക്ഷത്രക്കാർക്ക് അതീവ ശ്രേഷ്ഠമായി പറയുന്നുണ്ട്. ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ഹനുമാൻ സ്വാമിക്ക് വെണ്ണയോ വെറ്റിലയോ മാലയോ സമർപ്പിക്കുന്നത് ഗുണകരമായി പറയുന്നുണ്ട്. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടായി നൽകുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ ചുവന്ന പരിപ്പ് അല്ലെങ്കിൽ ചുവന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ചൊവ്വയുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കും. ആതുര സേവനത്തിനായി മരുന്നുകൾ ദാനം ചെയ്യുന്നതും രാഹുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കുന്നതും പെട്ടെന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും മാനസിക സന്തോഷം നൽകുന്ന ഒരു ഘടകമായി മാറും. ചൊവ്വാഴ്ചകളിൽ വ്രതം നോക്കുന്നത് മകര നക്ഷത്രക്കാർക്ക് മാനസികവും ശാരീരികവുമായ ഗുണങ്ങൾക്ക് ഗുണകരമാണ്. സുബ്രഹ്മണ്യ സ്തോത്രം അല്ലെങ്കിൽ കാർത്തികേയ സ്തോത്രം പാരായണം ചെയ്യുക. ഈ പരിഹാരങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും ചെയ്യുന്നത് ഗൃഹനിലയിലെ ദോഷങ്ങളെ കുറയ്ക്കാനും ഗുണ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ജനുവരിയിലെ അനുയോജ്യമായ ദിവസങ്ങൾ 1, 2, 5, 14, 19, 23, 29 എന്നിവ ഗുണകരമായ ദിവസങ്ങളാണ്. വിവാഹം പോലുള്ള ചടങ്ങുകൾ ജനുവരി മാസം അത്ര അനുകൂലമല്ലെന്ന് ജ്യോതിഷാചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്തരം ചടങ്ങുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി വരെ കാത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും.